കഴിഞ്ഞ ദിവസം പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ എ വിജയരാഘവൻ പറഞ്ഞു, വെള്ളാപ്പള്ളി നടേശൻ എന്ന് കേട്ടാൽ വർഗീയതയ്ക്കൊരു രൂപം എന്താണെന്ന് ചോദിച്ചാൽ അത് വെള്ളാപ്പള്ളി നടേശനാണെന്ന് മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന്. അത് രണ്ട് കാര്യങ്ങളാണ് അതിന് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഒന്ന്, വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തുനിന്ന് തന്നെയുള്ള ചില പരാമർശങ്ങൾ, ഇടപെടലുകൾ. പിന്നെ അദ്ദേഹം കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ സംഘപരിവാറിനെ ശക്തിപ്പെടുത്തുന്നതിനും ആ ഒരു ഹിന്ദുത്വ പ്രൊപ്പഗാൻഡയെ മുന്നോട്ട് നയിക്കുന്നതിനും വേണ്ട ഇടപെടലാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വലിയൊരു സംഘടനാ സംവിധാനമുണ്ട്. അതിനെ ഉൾപ്പെടെ സമ്പൂർണ്ണമായി ആ മട്ടിൽ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ അമ്പരന്നിട്ടാണ് അതിനെ മാനേജ് ചെയ്യാൻ സ്വീകരിച്ച ഒരു തന്ത്രം എന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം പാളിപ്പോയി എന്നുള്ളത് അതിപ്പോഴെങ്കിലും അവർ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത് ഈ സമയത്തൊന്നും ആയിരുന്നില്ല ആ കാര്യത്തിൽ ബദൽ നടപടികൾ സ്വീകരിക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ അതായത് ഈ അടിസ്ഥാനപരമായി കേരളത്തിലെ ന്യൂനപക്ഷ ഭൂരിപക്ഷ വോട്ടുകളെല്ലാം സെക്യുലറായി ചിന്തിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യമുള്ളപ്പോൾ CPM-ൻ്റെ ആ സെക്യുലർ എന്താണ് ഒരു രൂപത്തെ തകർക്കുന്ന തരത്തിലായിപ്പോൾ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട്. മാത്രമല്ല, ഇതിനെ CPM-ൻ്റെ ശത്രുക്കൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് കൂടി ഓർക്കണം. കാരണം ഇതിലേക്ക് പൂർണ്ണമായി ഊന്നൽ കൊടുത്തു. ഇത് CPIM-ഉം വെള്ളാപ്പള്ളി നടേശനും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്, അല്ലെങ്കിൽ ഒരമ്മ പറ്റ സഹോദരന്മാരാണെന്നുള്ള മട്ടിൽ അവതരിപ്പിക്കുക വഴി അതിൽ കൂടുതൽ ആഘാതം ശേഷിയുള്ള ഒരു വിഷയമാക്കി വെള്ളാപ്പള്ളി നടേശൻ എന്നതിനെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവതരിപ്പിക്കാൻ CPM-ൻ്റെ ശത്രുക്കൾക്കും പറ്റി എന്നുള്ളത് അത് അംഗീകരിക്കുകയാണ്. പിന്നെ ഈ സ്വർണ്ണക്കടത്ത് പോലെയുള്ള വിഷയങ്ങളിൽ സാങ്കേതികത പറഞ്ഞിട്ട് കാലതാമസം ഉണ്ടാക്കി, സാങ്കേതികത പറഞ്ഞിട്ട് അതിൽ നടപടികൾ സ്വീകരിക്കുന്നതിൽ സാങ്കേതികത പറഞ്ഞത് കാലതാമസം ഉണ്ടാക്കി എന്നുള്ളതൊരു വീഴ്ചയായി സ്വയം വിമർശനപരമായി അവർ അംഗീകരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട സംഗതിയാണ്. പിന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം CPM ജനറൽ സെക്രട്ടറി പറഞ്ഞതാണ്, ഔചിത്യബോധം എന്നത് നേതൃത്വത്തിന് വേണം, അതേത് നേതാവായാലും. കാരണം ഇത് പൊതുസമൂഹം നേരെ തിരിച്ചാണ് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്കിടയിൽ വലിയ വിമർശനം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ തിരുത്താൻ വേണ്ട ഔചിത്യബോധം നേതാക്കന്മാർ കാണിക്കണം. അപ്പോൾ ഈ വിഷയങ്ങളിലെല്ലാം പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഈ മുൻ തോൽവികളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളായിക. ഇതൊക്കെയാണെങ്കിലും ഈ വികസന നേട്ടങ്ങളൊക്കെ ജനം അംഗീകരിക്കും എന്നുള്ള തെറ്റായ ഒരു വിശ്വാസം P. രാജീവ് പറഞ്ഞതാണ്. അതങ്ങനെ ഒരു വിശ്വാസവുമായിട്ട് ജനങ്ങൾ തൊട്ട് മുമ്പ് നിൽക്കുന്ന രണ്ട് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടാണെന്ന് ഓർക്കണം. അങ്ങനെ എന്നിട്ടും അമിത ആത്മവിശ്വാസം അതുമായി മുന്നോട്ട് നീങ്ങി എന്നുള്ളത് തെരഞ്ഞെടുപ്പുകൾ തോൽവികളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളായിക. അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുഴപ്പം പിടിച്ച ഒരവസ്ഥയാണ്. കാരണം ഈ പറയുന്ന ആത്മപരിശോധനയുടെ ഒരു സൂചന പോലും ഇല്ലാതെ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇറങ്ങിത്തിരിച്ചു എന്നുള്ളതിലെ പ്രശ്നം. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ഇതുവരെയുള്ള ഈ തീരുമാനമെടുക്കലിലും പ്രചാരണത്തിലും നിലപാടുകളിലും ഒക്കെ പാളിച്ച പറ്റിയത് നേതൃത്വമാണ് കുഴപ്പം എന്ന് നേതാക്കൾ തന്നെ അംഗീകരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അത് EMS സെമിനാർ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയിൽ വെച്ച് ഈ പഴയ മുറകളൊന്നും പോരാ, പുതിയ സമര രീതി വേണം, പുതിയ സമീപനങ്ങൾ, ആധുനികമായ സമീപനം വേണം, ഇന്നിൻ്റെ പാർട്ടിയായി മാറണം എന്ന് അദ്ദേഹം പറയുകയാണ്. ഇത് സത്യത്തിൽ ഇത് P. രാജീവിൻ്റെ വാക്കുകളല്ല, അത് EMS-ൻ്റെ വാക്കുകൾ തന്നെയാണ്. EMS-ൻ്റെ വാക്കുകൾ തന്നെയാണ് അദ്ദേഹം അവിടെ ആവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ നിലയ്ക്ക് CPM-നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വൈകാരികമായി തന്നെ ഈ വിഷയത്തിൽ എന്താണ് നിലപാട് എന്ന് താഴെത്തട്ടിലേക്ക് അതിൻ്റെ ഘടകങ്ങൾ, അതിൻ്റെ അണികൾ, അതിൻ്റെ പ്രവർത്തകർ എല്ലാവരും ഉൾക്കൊള്ളാനും അതിനെ അവർക്ക് മനസ്സിലാകാനും തക്കവണ്ണമുള്ള ഒരു ഇടപെടൽ അവിടെ നടത്തിയിട്ടുണ്ട്. സനീഷ്, ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. വേറൊന്നുമല്ല, അതായത് ഈ ഒന്നാം സർക്കാരിന് ശേഷം നമ്മൾ പറഞ്ഞല്ലോ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാന സ്വഭാവം എന്നത് ഈ വിമോചന സമരാനന്തരം സംഭവിച്ച തെരഞ്ഞെടുപ്പിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെ ഈ സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. സാമുദായികമായിട്ടുള്ള ധ്രുവീകരണമൊക്കെ ഏതാണ്ട് ആ മട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ EMS-ൻ്റെ ആദ്യത്തെ സർക്കാരിന് ശേഷം, അതിൻ്റെ തകർച്ചയ്ക്ക് ശേഷം, അത് പിരിച്ചുവിട്ടതിന് ശേഷം ആ 28 മാസങ്ങളെക്കുറിച്ച് EMS ഒരു പുസ്തകം തന്നെ എഴുതിയിരുന്നു. ഈ എന്താണ് 28 months in കേരള റെട്രോസ്പെക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം 1959 അത് എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെ എങ്ങനെ അതിജീവിക്കാം എന്നത് ഈ പാർട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ ആ പുസ്തകം ഒന്ന് എടുത്തു വെച്ച് വായിക്കുന്നത് നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. രാജീവ് ഉറപ്പായിട്ടും അത് വായിച്ചിട്ടുണ്ട്, അദ്ദേഹം തീർച്ചയായിട്ടും അത് വായിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. P. രാജീവ് ആ ദിശയിലേക്ക് തന്നെയാണ് തൽക്കാലം വിരൽ ചൂണ്ടുന്നത്.